കുടജാദ്രിയിലെ മൂലക്ഷേത്രത്തിൽ നിന്നും, അതായത് ദേവി മൂകാസുരനെ വധിച്ച ആയുധം സൂക്ഷിച്ചിരിക്കുന്ന ഭൂമിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന സ്ഥലത്താണ് ക്ഷേത്രം. അവിടെ നിന്നും കഷ്ടിച്ച് ഒരു 3-4 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറിയാൽ സർവജ്ഞപീഠം എത്താം. കയറ്റം എന്നാൽ കുത്തനെയുള്ള കയറ്റം തന്നെയാണ്. പക്ഷേ കുന്നു കയറുമ്പോൾ ഉള്ള തളർച്ചയും ക്ഷീണവും ഒക്കെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒന്നുമല്ലാതെയാകും. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത്രയ്ക്കൊന്നും ക്ഷീണം തോന്നുകയുമില്ല. അത്യാവശ്യം വെയിലുമുള്ളതുകൊണ്ട് സുഖകരമായ ഒരു യാത്രാനുഭവം നമുക്ക് ലഭിക്കും. ചില നിമിഷങ്ങളിൽ സാധ്യമല്ല എന്ന് മനസ്സിൽ തോന്നിയാലും ഒരു അദൃശ്യ ശക്തി നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഓരോരുത്തർക്കും ഇവിടെ എത്താം. കൊച്ചു കുട്ടികൾ മുതൽ 70-80 വയസ്സായവർ വരെ നടന്നു മല കയറുന്ന കാഴ്ചകൾ കാണാൻ ഇവിടെ നമുക്ക് സാധിക്കും. സർവജ്ഞപീഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി അനുഭവിച്ചറിയാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും. മനസ്സിൽ ഈശ്വരഭാവം ഉണ്ടെങ്കിൽ ഈശ്വരനും ഞാനും ഒന്നു തന്നെയാണ്, എന്നിലൂടെയാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവിന്റെ ഭൂമിയാണ് കുടജാദ്രി. ദേവിയുടെ വിളി കേട്ടാൽ മാത്രമേ ഇവിടെ വരാൻ പറ്റുകയുള്ളൂ എന്ന ഒരു വിശ്വാസം ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിയുടെയും ഉള്ളിൽ അലയടിക്കുന്നുണ്ടാവും. ഇതാണ് ശങ്കരപീഠം എന്ന സർവജ്ഞപീഠം. പ്രകൃതിയും ചൈതന്യവും ഒന്നാകുന്ന, മനസ്സ് കുളിർപ്പിക്കുന്ന അന്തരീക്ഷമുള്ള ആ മഹാസത്യം. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും മനസ്സിൽ തോന്നുന്ന കാര്യമായിരിക്കും കുറച്ചു സമയം ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതിയെന്ന്, കുറച്ചു സമയം ധ്യാനത്തിലെങ്കിലും ഇരിക്കണമെന്ന്. ആദിശങ്കരൻ തപസ്സനുഷ്ഠിച്ചു ദേവിയെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമായി ശങ്കരപീഠം അറിയുന്നത്. ശങ്കരൻ തപസ്സിൽ ചിത്രമൂല ഗുഹ ഇതിനും കുറച്ചു താഴെയാണ്. ശങ്കരപീഠം മൈസൂർ രാജാവ് പ്രായച്ചിത്തമായി കെട്ടിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി. ഈ വീഡിയോയുടെ പൂർണ്ണമായ രൂപം ഞങ്ങളുടെ ചാനലായ ട്രാവൽ സിറ്റി 916 എന്ന ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കൂടി കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റായി എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. ക്ഷേത്രത്തിലെ വീഡിയോയും ആരുടെ സ്ഥാനമായ കുടജാദ്രിയിലെ വീഡിയോയും കൂടാതെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വീഡിയോയും ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ എല്ലാ ചടങ്ങുകളുടെ വീഡിയോകളും ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. ചാനൽ കാണുന്ന നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.